വിഷയത്തിന്റെ ഒരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ആ വാടക വീട് ഇടിച്ചു തകർത്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് കാര്യങ്ങളാണ്. അതെ. എന്താണ് അനിലിന്റെ തോട്ട്സ് എന്താണ് ശരിക്കും? ഞാന് ഒരു ഹൗസ് ഓണർ എന്നുള്ള രീതിയിൽ ആ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ഒരാൾക്ക് വീട് കൊടുക്കുമ്പോൾ അല്ല എൻ്റെ പ്രോപ്പർട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളത് സ്വന്തം പോലെ യൂസ് ചെയ്യും. അത് അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് താമസിക്കുക, ആ കുടുംബത്തിൽ താമസിക്കുക. അത് നമ്മളൊരു പർട്ടിക്കുലർ പീരീഡിലേക്ക് അയക്കും. നമ്മൾ ഒരു അഗ്രിമെന്റിന്റെ പുറത്തായിരിക്കും ഞാൻ വാടകക്കാരന് കൊടുക്കുന്നത്, വാടക കരാറോ വാടക അഗ്രിമെന്റോ അങ്ങനെ. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെയാണോ വീട് ഏകദേശം അതുപോലെ തന്നെ അയാൾ തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ഇത്ര കാലാവധി നമ്മൾ എഴുതും. നോർമലി 11 മാസമാണ് ഒരു വാടക കരാർ എഴുതുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നെങ്കിൽ അത് പുതുക്കണം, അല്ലെങ്കിൽ അവരവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അത് ഒഴിഞ്ഞു പോകാൻ നമ്മൾ കുറച്ച് മാസങ്ങൾ കൂടി അവർക്ക് വേറെ പുതിയൊരു വീട് കണ്ടുപിടിക്കാനായിട്ട് കൊടുക്കും. ഇത് ഒരാള് വീട് കൊടുത്തിട്ട് അവിടുന്ന് പോവില്ല. ഏകദേശം എനിക്ക് വീഡിയോ കണ്ടിട്ട് എനിക്ക് 4 വർഷത്തോളം ഒരു വാടകയും കൊടുക്കാണ്ട് അവര് അവിടെ താമസിക്കുക മാത്രമല്ല, അതിനകത്ത് അവരെന്തൊക്കെയോ കെട്ടിപ്പൊക്കി, അതും ഓണറിന്റെ സമ്മതം ഇല്ലാണ്ട് അവരവിടെ കച്ചവടം നടത്തിക്കൊണ്ടായിരുന്നു. അപ്പൊ അത് ലൈസൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അപ്പൊ അതൊരിക്കലും ആ ഓണർ എങ്ങനെ ഇത്ര നാള് അത് സഹിച്ചു, അത് എനിക്ക് തോന്നുന്നു അവരോട് കാണിച്ച ഒരു പോസിറ്റീവ് ഓണർ അവരുടെ മര്യാദയല്ല, അതിനേക്കാളും കൂടുതൽ പോയി അയാളുടെ അനുകമ്പ. അത് 4 കൊല്ലം എന്ന് പറയുമ്പോൾ അയാൾ കാണിച്ചൊരു അനുകമ്പ. വേറെ നിവൃത്തിയില്ലാത്ത കുടുംബമാണ് അവർ, അങ്ങനെ കച്ചവടം ചെയ്ത് ജീവിച്ച് പോവാണെങ്കിൽ പോട്ടെ. പക്ഷെ ആ കച്ചവടം ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് മുഴുവൻ തുക വാടക, അല്ലെങ്കിൽ ആ പറയുന്ന വാടക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ അയാൾ ചിലപ്പോൾ ഇതുപോലെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയില്ലായിരുന്നു. ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു പോകാണ്ടിരുന്നിട്ടാണ് ഓണർ ഇങ്ങനെ ഒരു അതിക്രമത്തിലേക്ക്, അല്ലെങ്കിൽ അതിക്രമം എന്ന് പറയാൻ പറ്റില്ല, അയാളുടെ നിവൃത്തികേടിലേക്ക് കയറിപ്പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ അനിലിന് എന്റെ വീട് വാടകക്ക് തന്നു കഴിഞ്ഞാൽ വാടക തരാൻ അനില് ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു തരാൻ ഞാനും ബാധ്യസ്ഥനാണ്. പക്ഷെ നമ്മളൊരു നനഞ്ഞടം കുഴിക്കണതിനൊരു പരിധിയൊക്കെ ഇല്ലേ. ഒരാള് നമുക്ക് വീട് വാടകക്കൊക്കെ തന്നിട്ട് നമ്മൾ ഒന്നിലും മര്യാദക്ക് വാടക കൊടുക്കണം. അതല്ല നമുക്ക് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അവരോട് പറയണം, നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ, ഇത്ര കാലാവധിക്കുള്ളിൽ നമ്മൾ പൈസ തരും. ചിലപ്പോൾ നല്ല മനുഷ്യരാണെങ്കിൽ കുറച്ച് സമയമൊക്കെ കൊടുക്കും. അവരത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ പറയുന്ന പോലെ ഉടമസ്ഥനാണെങ്കിൽ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഇവർ ഒഴിയൊന്നുമില്ല, ഒന്നുമില്ലാത്തതുകൊണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ അത് ഇടിച്ചു പൊളിച്ചു എന്നുള്ളത്. ഇടിച്ചു പൊളിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇൻ ജനറൽ ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് അയാളുടെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. അതെ, അല്ല, ഇടിച്ചു പൊളിക്കുന്നത് കൊണ്ട് ഇപ്പൊ അയാള് ചിലപ്പോ മുൻകൂട്ടി അയാള് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ എനിക്ക് ഇതിലേക്ക് ഇടിച്ചു പൊളിക്കേണ്ടി വരും. എന്നിട്ടും അവര് വീഡിയോയിൽ പറയുന്ന ഒരു 4 ലക്ഷം രൂപ ഈ കെട്ടിപ്പൊക്കി അവര് ഈ ഉടമസ്ഥന്റെ അനുവാദം ഇല്ലാതെ കെട്ടിപ്പൊക്കിയ ഇത് പൊളിച്ചു മാറ്റി, അല്ലെങ്കിൽ മാറ്റി വേറെ എവിടെയെങ്കിലും 4 ലക്ഷം രൂപ ഉടമയ്ക്ക് കൊടുക്കണം. ആ ഉടമയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അയാള് അധ്വാനിച്ചുണ്ടാക്കിയ ഓരോ അണകള് മാറ്റി, അതിൽ ഓരോ രൂപ മാറ്റി വെച്ച് ഉണ്ടാക്കിയ സ്ഥലത്തിന് അയാള് ഒഴിഞ്ഞു പോകണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇതില് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സത്യം പറഞ്ഞ ജനങ്ങൾക്ക് എല്ലാവർക്കും, ഇത് കാണുന്നവർക്ക് ഒരു അഭിപ്രായമുള്ളൂ. പക്ഷെ ഇവരെ വെച്ചുകൊണ്ട് വിക്ടിം കാർഡ് കളിക്കുന്ന മീഡിയക്കാരാണ് അല്ലെ. നമ്മളെ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഏത് ചാനൽ എടുത്താലും അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വർഷങ്ങളായി താമസിച്ച് വരുന്ന താമസ സ്ഥലം ഉടമസ്ഥർ ഇടിച്ചു തകർത്തു, ഒരു ഉടുതുണി പോലും എടുത്ത് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നൊക്കെ പറയുമ്പോഴും ന്യായം ശരിക്കും ഒരു തരത്തിൽ നിന്നല്ല, ന്യായം നമ്മൾ ആലോചിക്കുമ്പോൾ ഓണറുടെ സൈഡിലല്ലേ. അതെ, തീർച്ചയായും. ഞാൻ എല്ലാ വീഡിയോസും ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വീഡിയോസും നോക്കുമ്പോൾ എല്ലാം ഈ മീഡിയ കവർ ഷൂട്ട് ചെയ്തേക്കുന്ന വീഡിയോസാണ്. അതില് ഇവരെ ഒരു വിക്ടിം ആക്കി കാണിച്ചിട്ട് ഇവർക്കൊരു ദയാദാക്ഷിണ്യത്തിന്റെ ആ ഒരു വ്യൂ കൊടുത്തിട്ട് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതില് മീഡിയയുടെ എന്താണ് അജണ്ട എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.
പക്ഷേ ഇവിടെ ന്യായത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ പീനൽ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ അതായത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആക്ട് പ്രകാരം ഒരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കരാറ് കാലാവധി തീരുമ്പോൾ പുതുക്കിയില്ലെങ്കിൽ നമ്മൾ കരാർ ആരാണോ ഏതൊക്കെ വ്യക്തികളായിട്ടാണ് ഉണ്ടാക്കി ആ കരാറ് പ്രകാരം ആ ഉടമയ്ക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അതിൽ യാതൊരു തടസ്സമില്ല. അതുകൊണ്ടാണ് പോലീസും സഹായം വന്നത്. പോലീസുകാരെ ഒത്തിരി പേര് പോലീസുകാരെ കുറ്റം പറയുന്നു, അവിടുത്തെ നാട്ടുകാർ പോലീസുകാരെ ചീത്ത പറയുന്നു. ഏതാണ്ട് പോലീസ് ഓണേഴ്സിനെതിരെ കേസ് എടുത്തു എന്നൊക്കെ അത് ഇത്രയും മീഡിയ സെൻസിറ്റീവ് അല്ലെങ്കിൽ അത്രയും ആ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും പോലീസിന് ഒരു പേര് കാത്തുവച്ചിരിക്കണം. അതിനു വേണ്ടി മാത്രം കേസ് എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ തീർച്ചയായും ന്യായം ആ ഓണറിന്റെ ഭാഗത്താണ്. അത് ഒരു ഒരു മനുഷ്യത്വരഹിതമല്ലാത്ത ഒരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ പറയുന്ന പോലെ അവര് കെട്ടിപ്പൊക്കി ശരി അവരുടെ അധ്വാനത്തിൽ ഉണ്ടാക്കിയ ചെറിയൊരു സ്ഥാപനമോ അല്ലെങ്കിൽ വീട് പോലെ എന്തെങ്കിലും ആയിരിക്കും, അത് കെട്ടിപ്പൊക്കി അത് തല്ലിപ്പൊളിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ദുഃഖമുള്ളതുപോലെ ആ ഓണർ എത്ര നാളായിട്ട് എന്തോരം സഹിച്ചിട്ടുണ്ടാവും, അതാരും കാണുന്നില്ല. അതെ, അയാൾക്ക് ഈ പറയുന്ന പോലെ ആ ഒരു പ്രോപ്പർട്ടി വിൽക്കാനോ അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും അയാൾക്ക് സാധിക്കുന്നുണ്ടാവില്ല. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ന്യായം എന്ന് പറയുന്നത് ഓണറുടെ ഭാഗത്താണ്. ഇവര് ഈ പറയുന്ന പോലെ ഇത്രയും നാളായിട്ട് വാടക കൊടുക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ഓരോ സാധനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് ഇനി പൈസ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ന്യായം. എനിക്ക് തോന്നുന്നു എന്തോ കോഴിക്കച്ചവടം അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അവിടെ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു ലോക്കൽ ബോഡി അടുത്തും ഈ പറയുന്ന പോലെ അതിനുള്ള വേണ്ട പെർമിറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാലും കച്ചവടം ചെയ്യുന്നതിന് പോലും അതിന് പ്രത്യേകിച്ച് വേറെ നിയമങ്ങളാണ്. അത് അനുസരിച്ചാണ് അവർ തുടങ്ങിയേക്കുന്നതെന്നുള്ളത് നോക്കേണ്ടി വരും. നമുക്ക് അതിലേക്ക് പോകണ്ട. പക്ഷെ എന്നാലും ഇതിൽ ന്യായം ആരുടെ ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഞങ്ങളിത് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ അരിയാഹാരം കഴിക്കുന്നല്ലേ പച്ചവെള്ളം ചവച്ചു പിടിക്കുന്നതെന്നൊക്കെ പറയില്ലേ, കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇത് കാണുമ്പോഴേ അറിയാം ന്യായം ആരുടെ ഭാഗത്താണ് എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഈ ജേർണലിസം, ഈ മീഡിയ, ഇവര് ഒരു തരം താണിട്ട് ഒരു നീതിയുടെ സൈഡിൽ നിൽക്കാതെ അവരെ വെച്ച് വിക്ടിം കാർഡ് അവരെ വിക്ടിമാക്കി ഇറക്കി വിക്ടിം കാർഡ് വെച്ചിട്ട് അവരെ TRP റേറ്റിംഗ് കൂട്ടുക, മാക്സിമം വ്യൂസ് കിട്ടുക, അങ്ങനെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ സാധനങ്ങളാണ് അവര് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, എല്ലാ കാലത്തും മീഡിയക്ക് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ ലൂസിഫർ എന്നുള്ള പടത്തിൽ പറയുന്ന പോലെ കുറച്ചു നാളത്തേക്ക് മീഡിയകൾക്ക് കടിച്ചു തൂങ്ങാൻ പറ്റിയ ഇറച്ചി കഷ്ണം ഞാനായി എന്നുള്ള പോലെ. അതുപോലെ അടുത്തൊരു ന്യൂസ് വരുന്നവരെ മീഡിയക്ക് അവരുടെ TRP റേറ്റിംഗും നാളെ ഒരു ന്യൂസ് വരുമ്പോ ഇവരെ കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാൻ പോലെ ഉണ്ടല്ലോ. അപ്പൊ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന മീഡിയക്കാരാണെങ്കിലും അവിടെ വാടകയ്ക്ക് താമസിച്ച ആളുകൾ, ഇപ്പൊ ഈ വിക്ടിം ആണ് എന്ന് പറയപ്പെടുന്ന ആളുകളോടാണെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ലേശം ഉളുപ്പ്, ഒരു ഇച്ചിരി ഉളുപ്പ്. നമ്മളൊരു സ്ഥലത്ത് വാടക താമസിക്കുമ്പോൾ വാടക കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വാടക നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് നാളൊക്കെ ചിലപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യും. 4 വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു മിനിമം മര്യാദ അവരോട് കാണിക്കണം. അതുപോലെ തന്നെ മീഡിയക്കാരോട് പറയുന്നത്, നിങ്ങൾ ഒരു ന്യൂസ് വരുമ്പോൾ തന്നെ ചാടി കയറി ഒരു സൈഡ് മാത്രം കേൾക്കും. അവര് പറയുന്ന പോലെ ഇടിച്ചു തകർത്തു, ഉടനെ അവരെ വിളിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് പറയൂ, ക്യാമറയിൽ ബുദ്ധിമുട്ട് പറയണം. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ എല്ലാ മീഡിയയും ഇത് ഒരുപോലെ ആ ഒരു സെയിം പെർസ്പെക്റ്റീവിലാണ് ഇവർ കണ്ടിരിക്കുന്നത്. ഒരു മീഡിയ ഓണറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ മറുപുറം കണ്ട് സംസാരിക്കുക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ നീതി ആരുടെ ഭാഗത്താണോ അയാള് ബാക്കിയുള്ളവരെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരേണ്ട അവസ്ഥയാണ് അല്ലെ. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ മീഡിയ അല്ലെ ജേർണലിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധപ്പതിച്ച് തരം താണ രീതിയിലാണ് ജേർണലിസം നടക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ നിർത്താണ്, എന്നാലും സ്റ്റിൽ ഇപ്പൊ ഒരു മകള് കൊച്ചു മരിച്ചിരിക്കുന്ന അച്ഛന്റെ അടുത്താണെങ്കിൽ അയാളുടെ വായിൽ മൈക്ക് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടോ, ലിറ്ററലി റീസെന്റ് ഒരു മരണം എന്തോ സംഭവിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവിന്റെ മാതാവിന്റെ അടുത്ത് മൈക്കും കൊണ്ടോട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഞാൻ വളരെ തീർച്ചയായും ആ ഒരു അവസ്ഥയിലും കൊണ്ടുപോയി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണ്ട. അതെ, അവർക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്. ഇപ്പൊ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും നാളെ നമ്മുടെ വീടിന് ചുറ്റും ഒത്തുകൂടും. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഈ കോളാമ്പിയും കൊണ്ട് നമ്മുടെ വായിക്കെടുത്തിട്ട് വന്നിട്ട് കുട്ടി മരിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ വല്ലതൊക്കെയാണെങ്കിൽ നല്ല എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇനി വരും നാളുകളില് നമ്മുടെ കുടുംബത്തിലെ ഓരോ മരണം നമ്മൾ അറിയുന്നത് മറ്റുള്ളവരത്
വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ദുരവസ്ഥയിൽ സോഷ്യൽ മീഡിയയിലെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അത് കടന്ന് ആക്രമണം എന്ന് തന്നെ ഞാൻ പറയാം. ഈ ലിറ്ററലി എല്ലാവരുടെയും ലൈഫിനെ വിറ്റ് അവര് മുട്ടടിക്കാതെ ചെയ്യുന്നല്ലേ. അതെ 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 പറയാൻ വന്നായിരുന്നു ലാസ്റ്റ്. അതെ, ഞാനിപ്പോ നമുക്ക് ഇത് വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇതിന് ഇപ്പൊ നദീമോ നോക്കുകയാണെങ്കിൽ ഇതിനൊരു അമിക്കബിൾ സെറ്റിൽമെന്റ് പോസിറ്റീവായിട്ട് നമുക്ക് ഇത് എങ്ങനെ ഒത്തുതീർപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റും എന്നുള്ളത് നോക്കാം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലീഗൽ സൈഡ് അങ്ങനെയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. ഇവർക്ക് എത്രത്തോളം സാമ്പത്തികപരമായിട്ട് ഇനി ചെയ്യാൻ പറ്റും എന്നുള്ളതും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇതെങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റും എന്ന് അനിലിന് എന്താണ് തോന്നുന്നത്? ഇതിപ്പോ ഓണറിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇത്രയും 4 വർഷത്തോളം വാടക കിട്ടാണ്ട്, കുടിശ്ശിക കിട്ടാനുണ്ട്. അത് അയാളുടെ കുടുംബത്തിന്റെ അതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണത്. തിരിച്ച് ഈ വാടകക്കാരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ ആ സ്ഥാപനം അത് പൊളിച്ചു നീക്കിയ അതിനും ഒരു നഷ്ടപരിഹാരം കിട്ടണം. ഇതിനകത്ത് ഇപ്പോൾ ബാക്കിയുള്ള ലോക്കൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്താണെങ്കിലും സർക്കാരിന്റെ ഭാഗത്താണെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും വിളിച്ച് കൂട്ടി അതിന് വിളിച്ച് നിർത്തിയിട്ട് ഇവരെ അവിടുന്ന് ഒഴിവാക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇരു കൂട്ടുകാർക്കും എങ്ങനെയാണ് ഫിനാൻഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെറ്റിൽമെന്റ് ആവാനുള്ള ചെറിയൊരു തുക കൊടുത്ത് അത് സെറ്റിൽ ചെയ്യണം എന്നാണ്. എന്തായാലും അത് സെറ്റിൽ ചെയ്യുന്നത് വരെ മീഡിയക്കാർ ഇങ്ങനെ മാക്സിമം കുത്തിത്തിരിപ്പൊക്കെ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. അത് ഏത് കേസാണെങ്കിലും. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളതല്ലേ. സത്യം പറഞ്ഞാൽ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ബൈ. ഇത്